ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ റെനയും അതോടൊപ്പം തന്നെ നൂറയും ഇരുന്ന് സംസാരിക്കുന്ന വിഷയം അനുമോളുടെ വിഷയം തന്നെയാണ്. അതിൽ അനീഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അനുമോൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രമാണ് വെളിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അവൾ ഇവിടെ എന്ത് കള്ളത്തരം പറഞ്ഞാൽ പോലും അത് വെളിയിൽ വരുത്തുമില്ല. അതിനെ എല്ലാവരും മെഴുകി വെളുപ്പിക്കുകയാണെന്ന രീതിയിൽ റെന പറയുന്നുണ്ട്. അപ്പം ഈ അനുമോളെ കുറ്റം പറഞ്ഞ് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് അവൾ അവിടെ കണ്ടന്റ് കൊടുക്കുന്നില്ലേ എന്നാണ് ഈ റെന പറയുന്നത്. അപ്പോൾ ഈ നൂറ പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെ എന്തിനാണ് ഒരു കണ്ടന്റ് കൊടുക്കുന്നത്, അതിനും കൊടുക്കാതിരിക്കുന്നതിലും നല്ലത് എന്ന രീതിയിൽ പറയുന്നു. അപ്പൊ എന്നിട്ട് നൂറ പറഞ്ഞൊരു കാര്യം, ഇവിടെയുള്ള ആളുകളുടെ ജീവിതം വെച്ചിട്ടാണ് അവൾ കളിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആ അനീഷേട്ടന്റെ അടുത്ത് കാണിച്ചതും അതുപോലെ അല്ലയോ എന്ന രീതി പറയുന്നു. അപ്പോൾ എന്നെ പറയുന്നത്, എനിക്ക് തോന്നിയത് അനീഷേട്ടൻ വളരെ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. എനിക്ക് തോന്നിയത് അവൾ കുറച്ച് ഓവറായിട്ടാണ് അനീഷേട്ടന്റെ അടുത്ത് പെരുമാറിയത്. കല്യാണം കഴിച്ച ഭാര്യമാരെ ഭർത്താവിനെ എന്താണ് വിളിക്കുന്നത് എന്ന രീതിയിലൊക്കെ പറഞ്ഞു. ആശ കൊടുത്ത് അവസാനം ഇല്ലെന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണെന്ന് പറയുന്നു. അപ്പം നൂറ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിൽ നിന്നൊക്കെ കയറി വരാൻ ഒത്തിരി ടൈം എടുത്തു അദ്ദേഹം. ഇപ്പോഴും അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അമ്മാതിരി ആക്കലല്ലേ അദ്ദേഹത്തെ ആക്കിയത് എന്ന് പറയുന്നു. ഒരാളുടെ ഫീലിംഗ് വെച്ചിട്ട്, ഒരാളുടെ ഇമോഷൻ വെച്ചിട്ടാണ് അവൾ കളിക്കുന്നത് എന്നൊക്കെയാണ് ഈ പറയുന്ന നൂറ പറയുന്നത്. വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. അനീഷിനോട് കാണിച്ചത് വളരെ മോശം ചീപ്പ് പരിപാടി തന്നെയാണ് ഈ അനുമോൾ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നിട്ട് ഒന്നും അറിയാത്തവളെ പോലെ മാറി നിന്ന് ആ ഒരു വിഷയത്തിൽ അനീഷിനെ അങ്ങ് എല്ലാവരുടെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് വിട്ടുകൊടുത്തത് അത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.